ഇന്നത്തെ വീഡിയോയിൽ ഒരു നാട്ടിൻപുറത്തെ കുറച്ച് കാഴ്ചകളാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് വൈക്കം ചെമ്മനത്തുകര എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ നമ്മൾ കണ്ട് ഒത്തിരി കാലങ്ങളായി കണ്ട് ഇപ്പം കാണാത്ത കുറേ ചെടികളുണ്ട്. ഇത് കൈതയാണ്. പണ്ട് കാലങ്ങളിൽ പായൊക്കെ നെയ്യാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൈത ചില പാടവരമ്പിലും തോട്ടുവരമ്പിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നതാണ്. ഇപ്പം നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഇത് കാണാറേ ഇല്ല കേട്ടോ. അവിടെയെന്ന് വെച്ചാൽ ഇതൊരു പുഴയിലേക്ക് പോകുന്ന വഴിയാണ്. അവിടെ പുഴയിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത് കൈത. അതിൻ്റെ ഈ എല്ലാ ഇലകളൊക്കെ വെട്ടി കൊണ്ടുപോയിട്ടുണ്ടോ, ഇനിയിപ്പോൾ പായയ്ക്ക് വേണ്ടിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. അവിടെ കണ്ടോ, ഇതൊക്കെ ഇലകളൊക്കെ വെട്ടി അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് മാത്രം ഇലകളുള്ളൂ. നല്ല ഭംഗിയായിട്ട് ഒത്തിരി പഴയ കാഴ്ചകൾ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. പിന്നെ ഇത് നമ്മൾ പുഴയിൽ പോയപ്പോഴുള്ളതാണ്. നമ്മൾ മീൻ കുളത്തിലൊക്കെ ഇടുന്ന വാട്ടർ ക്യാബേജ്, അപ്പോൾ അതും അവിടുത്തെ പുഴയിൽ ധാരാളം ഉണ്ട് കേട്ടോ. പിന്നെ ഇത് കുളവാഴ, ചില സ്ഥലങ്ങളിൽ താളെന്ന് പറയും കേട്ടോ. ഒരു വയലറ്റ് അല്ലെങ്കിൽ ഒരു ലൈറ്റ് ബ്ലൂ കളർ പൂക്കളുണ്ടാകുന്ന കുളവാഴയാണ് കേട്ടോ അത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ അക്വേറിയത്തിലൊക്കെ ഇടുന്ന ടൈപ്പ് ഈ വെള്ളത്തിൻ്റെ അടിയിൽ വളരുന്ന ഒരു ടൈപ്പ് ഇലകളൊക്കെ ഉള്ളൊരു ചെടിയുണ്ട് കേട്ടോ. അതിൻ്റെ അടിയിൽ ഇതിൻ്റെ അകത്തേക്കടെ നമുക്കത് ക്ലിയറായിട്ട് വെള്ളത്തിൻ്റെ അടിയിൽ കാണാൻ പറ്റുന്നില്ല. അപ്പം അതും ഒത്തിരി ഉണ്ട്. പിന്നെയെന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ആമ്പലുണ്ട്. അത് പറിക്കാനുള്ള ഇതിലാണ് കേട്ടോ ഞങ്ങളവിടെ വന്നത്. കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ആമ്പലും കൂടി അതിൻ്റെ അകത്തുനിന്ന് പറിച്ചെടുക്കാം എന്ന് കരുതി. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ അതേ കണ്ടോ, ഒരു ആമ്പലിൻ്റെ ഇത് കിട്ടി. പിന്നെ കുറച്ച് ആഫ്രിക്കൻ പായൽ. അപ്പോൾ ഇതൊന്നും ഇപ്പോൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നമ്മുടെ സ്ഥലങ്ങളിലൊന്നും കാണാത്തതല്ല. ഇതെന്ന് വെച്ചാൽ ഒത്തിരി അകത്തേക്ക് കയറി വളരെ ശാന്തമായ വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളതൊക്കെ അവിടെ നിന്ന് പറിച്ചെടുത്ത് പിന്നെ തിരിച്ചു പോരുകയാണ്. തിരിച്ചു പോരുന്ന സ്ഥലത്ത് ഇത് കണ്ടോ, നമ്മുടെ കുടവനാണ് കേട്ടോ ഇത്. നമ്മുടെ ഇവിടെ ഒന്നും ഒട്ടും കാണാത്ത സാധനമാണ്. അപ്പം ഞാൻ അവിടെ നിന്ന് ഒരു കഷ്ണം, ഒരു കുടവൻ നമുക്ക് നടാനായിട്ട് പറിച്ചെടുക്കുകയും ചെയ്തു കേട്ടോ. ശരിക്കും ഒരു പുൽത്തകിടി പോലെ നല്ല കട്ടിയിലുണ്ട് അവിടെ കുടവൻ. കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ കുടവൻ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ്. ഇപ്പോൾ കാണാത്ത സാധനങ്ങൾ നമുക്ക് കാണുമ്പോൾ ഒരു കൗതുകം ഉണ്ടാവുമല്ലോ. പണ്ട് കാലങ്ങളിൽ നമ്മുടെ മുറ്റത്തൊക്കെ ഒത്തിരി ഉണ്ടായതാണെങ്കിൽ പോലും ഇപ്പോൾ അത് കാണാത്തത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് ഒരു കഷ്ണം നമുക്ക് നട്ടുപിടിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു തൈയും പറിച്ചെടുത്തു കേട്ടോ. പിന്നെ അവിടെ കണ്ടൊരു കാഴ്ചയാണ് ഇതുപോലെ താറാവ് കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് ഇങ്ങനെ ചുറ്റിലും നെറ്റിട്ടിട്ട് മുകളിൽ നെറ്റിട്ടേക്കാണ്. എന്നിട്ട് കുഴി താത്തിയിട്ട് അതിൽ ചാക്ക് ഇറക്കി വെച്ചിട്ട് വെള്ളം താണു പോകരുതല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് താറാവുകൾക്ക് തീറ്റയും വെച്ച് കൊടുത്ത് അപ്പോൾ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് വളർത്തിയെടുക്കാം. അപ്പോൾ വലിയ കൂടൊന്നും പണിയാൻ ഇപ്പോൾ ഇത്രയും അവിടെ എന്ന് വെച്ചാൽ വേറെ ശല്യങ്ങളൊന്നും ഇല്ലയെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ മൃഗങ്ങളുടെ അങ്ങനെയൊന്നും ശല്യങ്ങളില്ലയെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ വളർത്തിയേക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ താറാവുകളെ വളർത്തിയേക്കുന്ന അതേ രീതിയിൽ തന്നെ അവിടെ കോഴീനെയും വളർത്തിയിട്ടുണ്ട് കേട്ടോ. കോഴിക്കുഞ്ഞുങ്ങളെയും ഇതേപോലെ നെറ്റ് ചുറ്റിലും പച്ച നെറ്റ് കെട്ടിയിട്ട് മുകളിൽ ഇതേപോലെ തന്നെ നെറ്റിട്ടിട്ട് കോഴികളെ അതിൻ്റെ അകത്ത് വളർത്തിയിട്ടുണ്ട്. പല ടൈപ്പ് കോഴികളുണ്ടോ, കരിങ്കോഴി